നമസ്കാരം. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, പഞ്ചാബി, പാഴ്സി, സിന്ധി, ഇങ്ങനെ ഒരുപാട് മതങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഈ മതങ്ങളിൽ ആരും തന്നെ ആ പേരെടുത്ത് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താറില്ല, മുസ്ലിങ്ങൾ ഒഴികെ. നിയമപ്രകാരം എന്നേ നിരോധിക്കേണ്ട കാര്യമാണെന്നറിയാമോ? മുസ്ലിം ലീഗ്. അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിങ്ങളുടെ ലീഗ്, മുസ്ലിങ്ങളുടെ കൂടിവാഴ്ച. അതൊരു സത്യമാണോ വാസ്തവത്തിൽ? എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരാണോ? പക്ഷേ ആ പേര് വെച്ചുകൊണ്ട് പല കളികളും കളിക്കുന്നു എന്ന് മാത്രം. അതേസമയത്ത് ഹിന്ദു ഐക്യവേദിയുണ്ട്, രാഷ്ട്രീയ പാർട്ടിയല്ല. ഹിന്ദു എന്നുള്ള പേരുള്ളത് കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത്, ആ പേരുള്ളത് കൊണ്ടൊന്നും ഹിന്ദുക്കൾ അതിൻ്റെ പുറകിൽ പോകണമെന്നില്ല. അതിനിഷ്ടമുള്ളവർ അവരുടെ നിലപാടുകൾ ഇഷ്ടമുള്ളവർ അവരൊപ്പം പോകും. പക്ഷേ ഈ പാവങ്ങൾ, മണ്ടന്മാർ, അടിമകളായിട്ട് വലിയൊരു കൂട്ടം മുസ്ലിങ്ങൾ നമ്മളുടെ പാർട്ടി മുസ്ലിം ലീഗ്, കാരണം അതിൽ മുസ്ലിം എന്നൊരു സാധനം അരച്ച് ചേർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗും അതിലെ മന്ത്രിമാരും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മതത്തിൻ്റെ പേര് ചേർത്തുള്ള വേറെ ഒരു പാർട്ടിയില്ലെന്ന് മനസ്സിലാക്കണം. ഒരു തട്ടിപ്പ് പാർട്ടിയും മതത്തിൻ്റെ പേരിൽ മതം വെച്ച് കളിക്കുന്ന അത് എവിടെയുമില്ല. ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. അതിൽ മുസ്ലിം എന്ന പേര് ഉള്ള മുസ്ലിം ലീഗുകാർ അവിടെ ഒരു കലക്ക് കലക്കി. ശരിക്ക് മലബാറിലൊരു കലക്ക് കലക്കി. ഒരു മുസ്ലിം വോട്ട് പോലും ചോർന്ന് പോകാതെ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും മലപ്പുറത്ത് അവർ മത്സരിച്ച് സീറ്റുകളൊക്കെ, ഒരു സീറ്റോ മറ്റോ അതൊരു ഹിന്ദുവിനെ കൊണ്ട് മത്സരിപ്പിച്ചു, ഒരു ഹിന്ദു പെണ്ണിനെ കൊണ്ട് മത്സരിപ്പിച്ചു, അതിനെ തോൽപ്പിച്ച് വിടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ UDF മേൽക്കൈയുള്ള ഭരണം സൃഷ്ടിക്കുന്നതിൽ 100-ൽ പരം 101, 102 സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതിൽ ശക്തമായിട്ട് പങ്കുവഹിച്ചു ഈ മുസ്ലിം ലീഗ്. അവരെല്ലാ മുസ്ലിം വീട്ടിലും പോയിട്ട് എന്താ കൗം എന്നൊന്നും എനിക്കറിയില്ല, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളുടെ പാർട്ടി എന്നും പറഞ്ഞ് മതത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ള പാർട്ടികളെ, CPM-കാർ അവർ ഒന്നാം മതത്തെ മുഴുവൻ നിഷേധിക്കും, പള്ളികൾ മുഴുവൻ അടിച്ചുടയ്ക്കും. ദൈവനിഷേധികളാണ്, മതനിഷേധികളാണ്. പല സ്ഥലങ്ങളിലും ഈ ഖുറാൻ്റെ ചെറിയ പതിപ്പ് കൊണ്ടുപോയിട്ട് അതുമ്മ തൊടിയിച്ച് സത്യം ചെയ്യിപ്പിച്ചു എന്നാണ് അറിയുന്നത്. ഇതൊന്നും ആരും പറയില്ലല്ലോ, പുറത്ത് പറയില്ലല്ലോ. വോട്ട് UDF ചെയ്യണമെന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചു. ഇതുപോലെ തന്നെ BJP വന്നാത്ത സ്ഥിതിനെ പ്രത്യേകം പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ്, അത് മുസ്ലിങ്ങളെ പറ്റിക്കാനാണ്, മുസ്ലിങ്ങളെ തകർക്കാനാണെന്ന് അങ്ങനൊരു പ്രചാരണവും നടത്തി. CPM-ഉം RSS-ഉമായി ഡീലാണെന്ന് പറഞ്ഞ് അതും നല്ല രീതിയിൽ അവർ സ്പ്രെഡ് ചെയ്തു ജനങ്ങളെ മനസ്സിലേക്ക്. പാലക്കാട്ട് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത് മുസ്ലിം വോട്ട് മറിച്ച് ചെയ്യിച്ച് BJP ജയിക്കാനാണെന്ന് അങ്ങനെ ഒരു ശ്രുതി അതും പാടി നടന്നു. ഇവിടെ ഇതുവരെ നടപ്പിലാക്കാത്ത PM ശ്രീ കരാർ BJP ഡീലിൻ്റെ ഭാഗമാണെന്ന് അവർ എല്ലായിടത്തും പോയിട്ട് നിലവിളിച്ചു. പിണറായിയുടെ 10 വർഷത്തെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്കൊന്നും കിട്ടിയില്ല, അവരെ പട്ടിണി കിടത്തി എന്ന് മറ്റൊരു നുണപ്രസംഗം. മതമാണ് പ്രശ്നമെന്ന് നാടാകെ പാടി നടന്നു, നമ്മൾ കേട്ടതാണ്. വേണ്ടത്ര കള്ളത്തരങ്ങൾ, നുണകൾ പ്രചരിപ്പിച്ച് വിശ്വാസത്തിന് പോലും നിരക്കാത്തതെല്ലാം ചെയ്തു. വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഒപ്പിച്ചു വെച്ചു.
ഭരണം ലീഗിന് കിട്ടിയില്ലെങ്കിൽ മുസ്ലിങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് അവർ വലിയ വായയിൽ ഒച്ച വെച്ച് നടന്നു. UDF വന്നില്ലെങ്കിൽ കോൺഗ്രസ് നശിക്കും, BJP വരും. തലയിൽ ആൾതാമസം പൊതുവെ കുറവായ ലീഗ് അണികൾ, ലീഗ് ഓളികൾ, അടിമകൾ, നിഷ്കളങ്കര എന്ന് വേണ്ടി അതും കൂടി പറയാം. ഇതെല്ലാം വിശ്വസിച്ച് LDFനെ ഭംഗിയായിട്ട് തോൽപ്പിച്ചു. പൂക്കി മേനോനെ മുഖ്യമന്ത്രിയാക്കി. അത് മാത്രമല്ല, ഈ പൂക്കി മേനോനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തെരുവിൽ എന്തെല്ലാം പ്രകടനങ്ങൾ നടത്തി. ഇയാളെ ആക്കിയില്ലെങ്കിൽ വയനാട്ടിൽ വിവരമറിയുമെന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ശരിക്കും പേടിപ്പിച്ചു. ഓക്കെ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇത് പഴയ കാലം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ജയിച്ചു, ഭരണം കയ്യിൽ കിട്ടി. അതോടുകൂടി മതവും വേണ്ട, മാനവും വേണ്ട, പിന്നെന്താ വേണ്ടേ? മതമാണ് എന്നുള്ളത് മാറ്റി പണമാണ് അങ്ങനെ ആക്കി മാറ്റി. എവിടെയും പോയി നക്കാൻ തയ്യാറായി. ഇപ്പോൾ കേരളത്തിൻ്റെ ലീഗിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ശരി, സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം ചെല്ലിയില്ലേ? മുഴുവൻ ചെല്ലിയില്ലേ? ഞങ്ങളിൽ വിട്ടു നിൽക്കുന്നത് പറഞ്ഞില്ലല്ലോ. അതിൻ്റെ പേരിൽ ഞമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ വയ്ക്കാം. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിച്ച ഭൂമി അല്ലെങ്കിൽ അള്ളാഹുവിന് സമർപ്പിച്ച ധനം, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അത് അള്ളാഹുവിന് സമർപ്പിച്ചു പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രം സ്വത്തായിട്ട് മാറണമല്ലോ. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പല നിയമവശങ്ങളും നുഴഞ്ഞു കയറിയിട്ട് അവസാനം ഇപ്പോൾ എന്തായി? വഖഫിനകത്ത് മുസ്ലിം ഇതര കമ്മ്യൂണിറ്റിയും വേണം എന്നായി, മറ്റുള്ള മുസ്ലിങ്ങളെയും വയ്ക്കാമെന്നായി, മറ്റേ മുസ്ലിങ്ങളല്ലാത്തവരെയും വയ്ക്കാമെന്നായി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭരണം കയ്യിൽ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ്. അപ്പുറത്ത് കേന്ദ്രം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ, കേട്ടില്ല, കേട്ടില്ലേ, കേട്ടു, അങ്ങനെ താളം തുള്ളി നിൽക്കുന്നു എന്നർത്ഥം. ലൈഫ് വീടുകളിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കാൻ താമസിക്കില്ല എന്ന് പറഞ്ഞത് LDF. അതുകൊണ്ട് വെച്ചെന്താ കുഴപ്പം എന്ന് ചോദിച്ചത് UDF. ആ ഒരു കാര്യത്തിലും നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റികളിൽ ഏത് സ്ഥാനത്തും എത്ര സംഖ്യകളെ വേണമെങ്കിലും തിരുകാം. അതൊക്കെ നമുക്ക് ഹലാലാണ് കേട്ടാ. ഇപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മുഖ്യൻ പൂക്കി മേനോൻ അമൃതാനന്ദമയെ ഉമ്മ വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, അതും നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യമാണ്. നമുക്കിപ്പോൾ നിലവിളക്കും ഹറാമല്ല, ഓണസദ്യയും ഹറാമല്ല. എല്ലാവരും നിരന്നിരുന്ന ഓണവിരോധികൾ അവിടെ നിരന്നിരുന്ന തിരുവനന്തപുരത്ത് ഇന്നലെയല്ലേ ഞണ്ണുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പം അതും പ്രശ്നമല്ല. കാരണം എന്താ? ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് അവരെന്നെ പറഞ്ഞുണ്ടാക്കിയത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഏതാണ്? RSS രാഷ്ട്രീയം, BJP രാഷ്ട്രീയം. വെറുപ്പിൻ്റെ വ്യാപാരികളാരാണ്? നരേന്ദ്രമോദിയും പിന്നെ മോഹൻ ഭാഗവതും അമിത്ഷായും. ഇന്നിപ്പോൾ അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഇതിവിടെ തേനൊലിക്കുന്നുണ്ട്. അവരൊപ്പം പോയിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അതിൻ്റെ നേതാക്കന്മാരിൽ ഒരാൾ ഇപ്പോഴത്തെ ഗവർണറാണ്. ആ ഗവർണറെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പോയി കാണുന്നു, ചർച്ച ചെയ്യുന്നു. എന്ത് ചർച്ച ചെയ്യുന്നു? RSSകാരനാ. ഇനിയിപ്പോൾ ന്യായീകരണം വരും. ഞങ്ങൾ RSകാരെ കാണാനല്ല പോയത്, ഗവർണറെ കാണാനാണ് പോയത്. സംഭവം എന്താണ്? ആ ഒരു കൂട്ടം ആൾക്കാർ, രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ, ഒരു 10 100 ആളുകൾ, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട അനേകായിരം, 10,000 മുസ്ലിങ്ങൾ അവരിത് മനസ്സിലാക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ ചിന്തയുടെ വ്യാപനം അത്രയ്ക്കേ ഉള്ളൂ. നാളെ ആ വീട്ടുകാർ
ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചാലും വീടുകളും തുള്ളിച്ചാടുതേ ഞങ്ങളുടെ നേതാവ് ഹെലികോപ്റ്റർ വാങ്ങിച്ചു. ഇവർക്കാ സന്തോഷം, അവർക്കല്ല സന്തോഷം, ഇവർക്കാ സന്തോഷം. അങ്ങനെ ആക്കിക്കഴിഞ്ഞു. കഴുതകൾ അങ്ങനെയാണല്ലോ. ഏതായാലും പൂക്കി ഭരണം വന്നതോടുകൂടി ദീനിനെ ചവിട്ടി പുറത്താക്കി. ദീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഇപ്പം എന്താ സംഭവം? ഭരണമാണ് മതമാണ് പ്രശ്നം എന്നുള്ളത് മാറി മതമല്ല പണമാണ്, മതമല്ല പണമാണ്, ഭരണമാണ് പ്രശ്നം. ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഉദരപൂരണം തന്നെ, സ്വാർത്ഥ താല്പര്യ സംരക്ഷണം തന്നെ. അപ്പം അതാണ് ലീഗ് എന്നർത്ഥം. മുസ്ലിം എന്ന പേര് അത് ചേർത്തരച്ചുകൊണ്ട് ഉണ്ടാക്കിയ മുസ്ലിം ലീഗ്, പഴയ മുസ്ലിം ലീഗ്, ഇന്ത്യയെ മൂന്നായിട്ട് പിളർത്തിയ മുസ്ലിം ലീഗിൻ്റെ അവശിഷ്ടം, ജിന്നയുടെ മുസ്ലിം ലീഗ് തന്നെ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന മുസ്ലിങ്ങളെ, മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുകയാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലൊരു കറയുണ്ട്. RSS എന്ന് പറഞ്ഞ സംഘടനയോട് ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണറും വെച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കില്ല കൽപ്പാന്തകാലത്തോളം മുസ്ലിങ്ങൾ എന്ന് ഞാൻ കരുതി. അത് തെറ്റായി മാറി. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ RSS തന്നെ, പിന്നെ കുറേ ആൾക്കാർ RSS ചാരന്മാർ, RSSുമായിട്ട് അവിഹിതം നടത്തുന്നവർ. അങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് ചെയ്യാവുന്നത് ഈ ഒരു കാര്യം, RSS മുസ്ലിങ്ങളുടെ ഗാന്ധർവം അത് പറ്റാവുന്നിടത്തോളം ആളുകളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിന് മറയിട്ടിരിക്കുകയാണ്. എത്ര കാലം മറയിടും? എനിക്ക് മാത്രം മറയിട്ടിട്ട് കാര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പിള്ളേർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. 7ഓളം വാളിലൂടെയാണ് ഞാൻ ഈ പറയുന്നത് പുറത്തേക്ക് ചാടിപ്പോകുന്നത്. അതിലൊന്ന് ഇംഗ്ലീഷാണ്. അത് പുറത്തേക്ക് വരുന്നത് അമേരിക്കയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. നോർത്ത് കരോലിനയിലുള്ള ഒരാളാണ് അതങ്ങനെയാക്കിയിട്ട് പുറത്തേക്ക് വിടുന്നത്. ഞാൻ പറയുന്ന അതേ കാര്യം ഇംഗ്ലീഷിൽ. ഇവിടെ പറയുന്നു ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഞങ്ങൾ കാണില്ല, റീച്ച് കിട്ടില്ല, നിങ്ങൾക്ക് സന്യാസിമാരെ അറിയില്ല. അതാണ് സത്യം. ഏതായാലും മുസ്ലിം സമൂഹം പരിപൂർണമായിട്ടിപ്പോൾ ഒറ്റുകാരായിട്ട് മാറിയിരിക്കുകയാണ്. RSSന് മുമ്പിൽ തലവെച്ച് കൊടുക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. സ്വയം തലവെക്കൽ മാത്രമല്ല, സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സ്വയം തലവെച്ച് കൊടുക്കൽ മാത്രമല്ല, ആ സമുദായത്തെ ഒന്നടങ്കം അതിൻ്റെ മുമ്പിലേക്ക് ആ പാതാളക്കുഴിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്, ചാണകക്കുഴിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ അപരാധമാണ് അവ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതിനുത്തരം പറയേണ്ടി വരും. കണക്ക് തീർക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ലല്ലോ. കാണാം. നമസ്കാരം.